Hi, good morning. നമുക്ക് ഇന്നൊരു പനീർ ടിക്ക മസാല ഉണ്ടാക്കിയാലോ. അപ്പത്തിന്റെയും ചപ്പാത്തിയുടെയും റൊട്ടിയുടെയും നാനിന്റെയും ഒക്കെ കൂടെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പൊറോട്ടയുടെ കൂടെ വരെ നല്ല അടിപൊളി സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന പനീർ ടിക്ക മസാല എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് മീഡിയം വലിപ്പത്തിൽ 2 സവോള എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ മീഡിയം വലിപ്പമുള്ള തക്കാളി ആണെങ്കിൽ 3 തക്കാളി എടുക്കാം. എൻ്റെ കയ്യിൽ വലിയൊരു തക്കാളിയും ചെറിയൊരു തക്കാളിയാണ്, അതുകൊണ്ട് ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, അത്യാവശ്യം എരിവുള്ള ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില നിർബന്ധമാണ് കേട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് തൈര്, ഒരു 3-4 ടേബിൾ സ്പൂൺ തൈര്. അത് കട്ടി തൈരായിരിക്കണം, പുളിയില്ലാത്ത തൈരായിരിക്കണം, ഒരുപാട് വെള്ളം പോലെയുള്ള തൈരായിരിക്കരുത്. പിന്നെ വേണ്ടത് നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടിയൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പനീർ ടിക്ക മസാല ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പനീർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം, അതിനുശേഷം ഇതൊക്കെ കട്ട് ചെയ്തെടുക്കാം. പനീർ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വലിയ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പനീർ വലിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. സവോള ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തു, തക്കാളി ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തു, പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം പനീർ മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു ചെറിയ ബൗൾ എടുക്കുക, ഒരുപാട് വലിയ ബൗൾ വേണ്ട. ഈ ബൗളിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. ഒരു 50 ഗ്രാം തൈരൊക്കെ മതി കേട്ടോ, അതിൽ കൂടുതൽ വേണ്ട. തൈരിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നമ്മുടെ പനീറിന് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക, ബാക്കി നമ്മൾ മസാലയിൽ ചേർക്കുന്നതാണ്. പിന്നെ ഞാനിപ്പോൾ മാരിനേഷന് യൂസ് ചെയ്യുന്നത് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ്. നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡറും എരിവുള്ള മുളക് പൊടിയും മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നല്ലൊരു കളർ കിട്ടാനാണ് 2 ടേബിൾ സ്പൂൺ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മതി. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. പിന്നെ ഒരു ചെറിയ ചെറുനാരങ്ങയുടെ നീര്, 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. തൈര് കുറച്ച് ലൂസാണെങ്കിൽ 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. ഇതെല്ലാം ചേർത്ത് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ പനീർ ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പനീർ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ പനീർ ഒട്ടും പൊടിഞ്ഞു പോവില്ല. ഇനി ഈ ഒരു മിക്സിൻ്റെ ഉപ്പ് കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ മസാലയ്ക്കൊക്കെ ഉപ്പ് വരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ചെറിയ ഉപ്പ് മതി. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ പീസസ് ഇട്ട് കൊടുക്കുക. കുറച്ച് വലിയ പീസുകളായിട്ട് തന്നെ പനീർ എപ്പോഴും കട്ട് ചെയ്യുക. ഇനി നമ്മുടെ പനീർ പീസിലേക്ക് ഈ മസാല ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മസാല കുറച്ച് ബാക്കി വന്നാലും കുഴപ്പമില്ല, അത് നമുക്ക് ആവശ്യമുള്ളതാണ്. ഒട്ടും മസാല വേസ്റ്റ് ആക്കാനില്ല കേട്ടോ. ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ മസാല റെഡിയാക്കാം. പനീർ 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. മസാലയ്ക്കായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. ആദ്യം സവോളയുടെ കൂടെ തന്നെ പച്ചമുളകും ചേർക്കാം. സവോള കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ, അപ്പോൾ നമുക്ക് വഴറ്റിയെടുക്കാൻ എളുപ്പമായിരിക്കും. ഇനി സവോളയിലേക്ക് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി സവോള ഒന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ, അതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട്. ഇത് വളരെ സിമ്പിൾ പ്രിപ്പറേഷനാണ് കേട്ടോ, എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാം, പക്ഷെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പനീർ ടിക്ക മസാല ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂ. ചപ്പാത്തിയുടെയും റൊട്ടിയുടെയും നാനിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റും നല്ലൊരു മസാലയാണ്. അപ്പോൾ എന്തായാലും സവോള ഒന്ന് കുക്കായി വരട്ടെ, അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്, ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ആദ്യം നമ്മൾ ചേർക്കുന്നത്, നമ്മൾ പനീറിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് എങ്കിലും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പൊടികളൊക്കെ ചേർക്കാൻ. 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മതി. 1/4 ടീസ്പൂൺ തന്നെ നമ്മുടെ ഗരം മസാലപ്പൊടി, ഇത്രയും മതി. ഇനി ഈ പൊടികൾ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി, ഈ പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഒരു 1/4 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊടികൾ കുക്കായി വരും. എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടിലാണ് നമ്മുടെ സവോള വഴറ്റിയെടുത്തിട്ടുള്ളത്.
ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ, ആ തക്കാളിയും കൂടി ചേർക്കുക. തക്കാളിയും കൂടി ചേർത്ത് കഴിയുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റുക. ഒരു 40 മുതൽ 45 മിനിറ്റ് വരെ നന്നായി വഴറ്റിയെടുക്കുക. അടച്ചൊന്നും വെക്കണ്ട കേട്ടോ, തുറന്ന് വെച്ചിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ഈ ഒരു മിക്സ് നമുക്കിനി ചൂട് മാറി കഴിഞ്ഞിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ വേഗം തക്കാളി വഴന്ന് കിട്ടാനുള്ളൊരു എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വെള്ളം ചേർക്കണം. തക്കാളി വഴറ്റുമ്പോൾ തക്കാളിയുടെ ആ ഒരു റോ ടേസ്റ്റ് മാറി കിട്ടാനും വേഗം വഴന്ന് കിട്ടാനുമായിട്ട് കുറച്ച് വെള്ളം ചേർക്കണം. പൊടികൾ കുക്കായി കഴിഞ്ഞിട്ട് വേണം നമ്മളിതുപോലെ വെള്ളം ചേർക്കാനായിട്ട്. അപ്പോൾ വേഗം തന്നെ വഴന്ന് കിട്ടും, തക്കാളി കുക്കായി കിട്ടും. ആ തക്കാളിയുടെ ആ ഒരു വെള്ളവും നമ്മൾ ചേർക്കുന്ന വെള്ളവും ചേർന്ന് ആ ഒരു പൊടിയുടെ കുത്തൽ നന്നായിട്ട് മാറി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് വെള്ളം വറ്റുന്നത് വരെ ഇളക്കി കൊടുക്കുക. വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഒരു മസാല ചൂട് മാറാൻ വേണ്ടി എടുത്ത് വയ്ക്കാം. ചൂട് മാറി കഴിയുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ചേർത്തല്ല, ചെറുതായിട്ടൊന്ന് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഈ ഒരു മസാലയാണ് നമ്മുടെ ഗ്രേവി എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ടോ, വെള്ളമൊക്കെ വറ്റി തുടങ്ങി. അപ്പോൾ മസാലയ്ക്ക് ഇനി ഉപ്പ് നമ്മളിപ്പോൾ ചേർക്കുന്നില്ല. ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഉപ്പ് ചേർക്കുള്ളൂ. അപ്പോൾ ഇത്രയും കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വളരെ സിമ്പിളായിട്ട് തോന്നുന്നില്ലേ? ഒരുപാട് ഇൻഗ്രീഡിയൻസും വേണ്ട, വളരെ സിമ്പിളാണ്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഈ തക്കാളി ചേർക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം കേട്ടോ. ശരിക്കും ഈ ഒരു റെസിപ്പിയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അപ്പോൾ ഇതാ തക്കാളിയുടെ വെള്ളമൊക്കെ വറ്റി നമ്മൾ ചേർത്തത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂട് മാറാൻ വേണ്ടി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് നമ്മൾ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന പനീർ പീസുകൾ ഇട്ട് കൊടുക്കുക. പനീറിൻ്റെ മാരിനേഷൻ കോട്ട് ചെയ്തിട്ടുണ്ട്. ആ ചെറുതായിട്ടുള്ള കോട്ടിങ് ഉണ്ടല്ലോ, അത് മതി. ഇനി പനീർ ഒന്ന് രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് ഗ്രില്ലായി വരണം, അത്രയും മതി. ആ രീതിയിൽ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ബാക്കി ബൗളിലുള്ള മാരിനേഷൻ കളയരുത് കേട്ടോ, അത് നമുക്ക് സൂക്ഷിച്ച് വെക്കാനുള്ളതാണ്, നമ്മുടെ ഗ്രേവിയിലേക്ക് ആവശ്യമുള്ളതാണ്. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ രണ്ട് സൈഡും ഒരുപോലെ ഒന്ന് ഫ്രൈ ആയി വരുന്നത് വരെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അടച്ചു വെച്ച് കുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം, കുഴപ്പമില്ല. ഒരു 2 മിനിറ്റ് വീതം രണ്ട് സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അധികം കുക്ക് ചെയ്യേണ്ട, നമുക്ക് ഗ്രേവിയിൽ കുക്ക് ചെയ്യാനുള്ളതാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. ഒരു സൈഡ് കുക്കായി വരുമ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ടിട്ട് അടുത്ത സൈഡും കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് കുക്കായി വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ പനീർ ഇപ്പോൾ ഒരു സൈഡ് കുക്കായി റെഡിയായി വരുന്നുണ്ട്. നമുക്കിത് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് കുക്കായിട്ടില്ല, കണ്ടോ, ചെറുതായിട്ടൊന്ന് കുക്കായി വരുന്നേ ഉള്ളൂ. ഇത്രയും മതി കേട്ടോ, വല്ലാതെ കളർ മാറി അങ്ങോട്ട് കുക്കാവണ്ട. അപ്പോൾ നമ്മൾ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ 4 സൈഡും കുക്ക് ചെയ്തെടുക്കണേ. അപ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. ഈ മസാല എണ്ണയിലുള്ളതും കളയണ്ട കേട്ടോ, അതും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ സൈഡും തിരിച്ചിട്ട് ഒരുപോലെ കുക്ക് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ പനീറെല്ലാം കുക്കായിട്ടുണ്ട്. ഇത്രയും കുക്കായാൽ മതി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഓരോ പനീർ പീസും എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് ഈ ബാക്കിയുള്ള ഗ്രേവി ഉണ്ടല്ലോ, ഇത് ഈ ഒരു പാനിൽ തന്നെ ഇരിക്കട്ടെ. ഇതിലേക്കാണ് നമ്മളിനി അരച്ചു വെച്ചിരിക്കുന്ന മസാല ചേർക്കാൻ പോകുന്നത്. മസാല വെള്ളം ചേർത്തിട്ട് തന്നെ അരയ്ക്കാം കേട്ടോ. പനീറിൻ്റെ എല്ലാ സൈഡും ലൈറ്റായിട്ടൊന്ന് കുക്കായി വരണം, കരിഞ്ഞു പോകാനും പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം. വേറെ എക്സ്ട്രാ ഓയിലൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ആ പനീർ ഫ്രൈ ചെയ്ത ഓയിലിലേക്ക് തന്നെയാണ് നമ്മൾ ഈ ഒരു മസാല ചേർത്തിട്ടുള്ളത്. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചുറ്റിച്ച് നമുക്ക് മുഴുവൻ ഗ്രേവിയും എടുക്കാം. അപ്പോൾ ഞാൻ എന്താ കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചുറ്റിച്ചൊഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാരിനേറ്റ് ചെയ്ത മസാല ഉണ്ടല്ലോ, അതും ആഡ് ചെയ്യണം മുഴുവനും ഇതിലേക്ക്. ഇതെല്ലാം ഒരുമിച്ച് തന്നെ ചേർക്കണം കേട്ടോ, അതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ആ മസാല മുഴുവൻ നന്നായിട്ട് സ്പൂൺ കൊണ്ട് എടുത്ത് ഈ ഒരു മസാലയിലേക്ക് ചേർക്കുകയാണ്. നമുക്കിതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം.
ഞാനപ്പോൾ കുറച്ച് ഗ്രേവി ഉള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഒരുപാട് തിക്കായിട്ടല്ല, ഒരുപാട് ലൂസായിട്ടല്ല, കുറച്ച് ഗ്രേവി ഉള്ള രീതിയിൽ. അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. ഇതിലേക്ക് ഒരു 2 പിഞ്ച് പഞ്ചസാര ചേർക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തക്കാളിയൊക്കെ അരച്ചതല്ലേ, ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്, പുളിയും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 2 പിഞ്ച് മാത്രം പഞ്ചസാര ചേർക്കുക. നമ്മുടെ ഗ്രേവിയിൽ കടിക്കാൻ പനീർ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പനീർ ടിക്ക മസാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടിക്കാനൊന്നും ഉണ്ടാവില്ല. 2 പിഞ്ച് പഞ്ചസാരയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ചേർന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ ഉപ്പ് ചെക്ക് ചെയ്യാം. നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഒരു 5-6 മിനിറ്റ് ഒന്ന് തിളയ്ക്കണം കേട്ടോ ഇത്. അതിന് ശേഷം വേണം നമുക്ക് പനീർ ചേർത്തിട്ട് ബാക്കി വീണ്ടും തിളപ്പിക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഗ്രേവി ഒന്ന് തിളച്ച് റെഡ്യൂസായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം. പനീർ ചേർത്ത് കഴിഞ്ഞിട്ട് ഇനി ഒരു 4 മിനിറ്റും കൂടി മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അടച്ചു വെച്ച് തിളപ്പിക്കാം, ഇല്ലെങ്കിൽ തുറന്നു വെച്ച് തിളപ്പിക്കാം. പനീർ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ പനീറിൽ നിന്നുള്ള ആ ഒരു ഉപ്പും കൂടി ഇറങ്ങി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ 2 മിനിറ്റും കൂടി ഒന്ന് തിളച്ച് വരട്ടെ. അതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാവുന്നതാണ്. എല്ലാ വീട്ടമ്മമാർക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും രാത്രി ഡിന്നറിനാണെങ്കിലും ഒക്കെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഒരു 3/4 മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് കുറച്ച് കഴിയുമ്പോൾ പറയാം. കറി ഒന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ നമ്മുടെ പനീർ ടിക്ക മസാലയുടെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മളെത്തി. ഇനി കുറച്ചധികം മല്ലിയില ഇങ്ങനെ വിതറി കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് ബട്ടറും കൂടി മുകളിലിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പനീർ ടിക്ക മസാലയുടെ പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് എഴുതാനും മറന്നു പോകരുത്. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.